നമ്മുടെ കേരളം വലിയ മതനിരപേക്ഷതയുടെ നാടാണ് എന്നാണ് പറയുന്നത്. പുരോഗമനം ഏറെയുള്ള സാക്ഷരതാ നിരക്കൊക്കെ കൂടിയ നാടാണ് എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ആശങ്കയ്ക്ക് സാധ്യതയുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മതങ്ങളുടെ കാര്യത്തിൽ. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കോഴിക്കോട് ജില്ലയിൽ കായക്കൊടി അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഒരു ഗണപതി ഹോമം നടന്നു. ഗണപതി ഹോമം എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ സ്കൂളിലെ ആ മാനേജ്മെൻറ്റ് ആ സ്കൂളിൻ്റെ കെട്ടിടം പണി പൂർത്തിയായപ്പോൾ ആരും, അതായത് ഈ ഇത് തുടങ്ങിയിട്ടില്ല, അധ്യയനം തുടങ്ങിയിട്ടില്ല, ആരും ആ വിദ്യാർത്ഥികളെയോ ആരെയും പങ്കെടുപ്പിക്കാതെ മാനേജ്മെൻറ്റ് മാത്രം സ്വകാര്യമായിട്ടൊരു ഗണപതി ഹോമം അവിടെ നടത്തി. ഉടനെ തന്നെ അവിടുത്തെ CPM DYFI പ്രവർത്തകർ അവിടത്തേക്ക് മാർച്ച് നടത്തി, മറ്റ് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തു, മാധ്യമങ്ങളെല്ലാം പല രീതിയിൽ അത് ആക്രമിച്ചു, അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ന് ഈ നമ്മളിവിടെ സംസാരിച്ചിരിക്കുന്ന സമയം വരെ ഇന്നലെ പാലക്കാട് ഒരു സംഭവം ഉണ്ടായി. അതായത് ഈ തൃത്താലയിൽ അവിടെ ഉറൂസുമായി ബന്ധപ്പെട്ട്, പള്ളിയിലെ ഉറൂസുമായി ബന്ധപ്പെട്ട് ആന, അവിടെ വലിയ ആഘോഷയാത്രയുണ്ട്. ഘോഷയാത്രക്കിടയിൽ ആനപ്പുറത്ത് 3 ഈ സാധാരണ ആനപ്പുറത്ത് തിടമ്പാണല്ലോ ഏറ്റുക, ഇപ്പോൾ പള്ളി ആനെ കൊണ്ട് തിടമ്പില്ല, അതിന് പകരം അവർ ഉയർത്തിയത് 3 തീവ്രവാദി നേതാക്കന്മാരുടെ ഫോട്ടോ ആണ്. യഹിയ സിൻവർ, ഹസൻ നസറുള്ള, ഇസ്മയിൽ ഹനിയ തുടങ്ങിയ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കന്മാരുടെ ഫോട്ടോ ആണ് ഉയർത്തിപ്പിടിച്ചത്. അത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ ഇടത് വലത് മുന്നണികൾ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ആലപ്പുഴയിൽ ഈ ഗവൺമെൻറ് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് അവിടെ കുറേ ഈ ഉസ്താദുമാരും മുസ്ലിം മതപണ്ഡിതന്മാരും ഒക്കെ വന്നിട്ട് എന്താ പറയുക, മതപ്രാർത്ഥന നടത്തിയിട്ടാണ് അതും തുടങ്ങിയത്. അവിടെ സജി ചെറിയാനും പ്രതിഭയും ഒക്കെയാണ് അതിനും കൂട്ടുനിന്നത്. ഇത് ഒരു ഭാഗത്ത് മാത്രം ഇതൊക്കെ നടക്കുമ്പോൾ അതൊക്കെ മതനിരപേക്ഷവും, മറ്റൊരു ഭാഗത്ത് ചെയ്യുമ്പോൾ അതെല്ലാം വർഗീയതയുമായി മാറുന്ന ഒരു പ്രത്യേകതരം കാഴ്ചപ്പാട് കേരളത്തിലുണ്ട്. കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? അല്ല, അതാണ് കേരളം. കേരളത്തിന് തനിമയുണ്ട്. ആ കേരളത്തിന് വന്നു കഴിഞ്ഞാൽ കേരളം ഒരു ഇടതുപക്ഷ സംസ്ഥാനമാണ് കേരളം. നമുക്ക് എല്ലാവർക്കും ഇടതുപക്ഷ ചിന്തയുണ്ട്, എനിക്കുണ്ട്, പാർത്ഥനുണ്ട്, എല്ലാവർക്കും ഇടതുപക്ഷ ചിന്തയുണ്ട്. ഈ ഇടതുപക്ഷയുടെ ചിന്തയുടെ ഏറ്റവും വലിയ സവിശേഷത പറഞ്ഞത് പ്രവർത്തിക്കുന്നു പറയാതിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞു, കോൺഗ്രസ് പ്രസിഡന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒരു സെമി കേഡർ പാർട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഇടതുപക്ഷത്തെ പോലെ ശക്തമായിട്ടുള്ള സെമി കേഡർ പാർട്ടിയാക്കാൻ വേണ്ടി ശ്രമം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവരൊന്നും പറഞ്ഞത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നല്ലൊരു എക്സാമ്പിൾ കേരളത്തിൽ നോക്കൂ. ഞാൻ ഈ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിൽ സമരം നടത്താറുണ്ട്. കോൺഗ്രസ്സുകാർ സമരം നടത്തും, കമ്മ്യൂണിസ്റ്റുകാർ സമരം നടത്തും, മറ്റുള്ള ആളുകൾ സമരം നടത്താറുണ്ട്, ചില BJP വരെ. ഈ സമരങ്ങളുടെയൊക്കെ ലക്ഷ്യം ആ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ പൂർത്തീകരണത്തിനാണോ? അവരൊരു മുദ്രാവാക്യം വയ്ക്കാറുണ്ട്. ഈ സാധനം വിജയിക്കണമെന്ന് ഇവർക്കാർക്കും താല്പര്യമുണ്ടോ? ഒരു താല്പര്യം എനിക്ക് തോന്നിയിട്ടില്ല. ഇവർ സമരത്തിന് യൂത്ത് കോൺഗ്രസ്സുകാരെയോ DYFIക്കാരെയോ യുവമോർച്ചക്കാരെയൊക്കെ സമരരംഗത്തേക്ക് ഇറക്കി വിടും. ആ സമരത്തിലേക്ക് ഇവരങ്ങോട്ട് ആഞ്ഞ് ചെറുപ്പക്കാരങ്ങ് ഓടിച്ചില്ലെന്ന് കാണുമ്പോൾ വിചാരിക്കും അവരിപ്പം അങ്ങോട്ട് സമരങ്ങൾ പിടിച്ചടക്കുന്നു തോന്നും. അവരവിടെ ചെന്നിട്ട് ബാരിക്കേഡ് പിടിച്ചിട്ട് 4 കുലുക്കു കുലുക്കും. ആ 4 കുലുക്കു കുലുക്കുന്ന സമയത്ത് അടുത്ത പോലീസുകാരൻ ഇത്തിരി വെള്ളം ചീറ്റിക്കും. നേരത്തെയുള്ള അഡ്ജസ്റ്റ്മെൻ്റാണത്. ഒരു ആത്മാർത്ഥത അതിനകത്തില്ല. ഈ സമരം വിജയിപ്പിക്കണമെന്ന് ഒരാഗ്രഹം അവർ സംബന്ധിച്ചില്ല, ഒരു കാര്യത്തിലും സംബന്ധിച്ചില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് ഒറ്റ സമരം ഉണ്ടായിട്ടില്ല, ഒരു സമരം പോലും ഉണ്ടായിട്ടില്ല. ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ വർധനവും സമയത്ത് ഒരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തിന് എവിടെ വിജയിച്ചത്? സമരം വിജയിച്ചില്ലല്ലോ. ഒരു സമരം വിജയിപ്പിക്കണമെന്ന് യാതൊരു താല്പര്യവും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ആരെയും സംബന്ധിച്ചില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, ബ്രഹ്മപുരത്തിൻ്റെ സമരം ഇവിടെ ഉണ്ടായി. എവിടെ എത്തിയത്? ചുമ്മാ ഒരു സമരം നടത്തി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്താ പ്രാധാന്യമുള്ളത്? ഒരു സമരവും വിജയിപ്പിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഒരു ഭാഗത്തു നിന്നുമില്ല. അങ്ങനെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലിരിക്കുന്ന സംവിധാനങ്ങൾ മാറ്റി കുറിക്കുക. നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ, അമ്പലങ്ങളിലൊക്കെ എഴുന്നള്ളത്തുണ്ടാവാറുണ്ട്. ഈ എഴുന്നള്ളത്തിന് ആനയിടയും. ഈ ആനകളുടെ ഉടമസ്ഥന്മാരാരാണ്? ഇപ്പോൾ ഇടഞ്ഞിട്ടുള്ള 2 ആനകൾ ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ആനയാണ്. അല്ലാത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട ആനകളൊക്കെ ആരുടെ ആനകളാണ്? ഈ ആനകളാണ് ഇടയുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും വെടിക്കെട്ടുകൾ മുഴുവൻ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ക്രമേണ വെടിക്കെട്ട് കരിമരുന്ന് ആവശ്യമില്ല, കരി ആവശ്യമില്ല. ഇത് വേണമെന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. ഞാൻ വേണമെന്ന് നിർബന്ധം പറയല്ല, മറിച്ച് ഇത് വേണ്ടാന്ന് വയ്ക്കുന്നതിൻ്റെ സാഹചര്യം പഠിക്കേണ്ടതാണ്. ഇത് ബോധപൂർവമായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ നടന്നിട്ടുള്ള
മറ്റേ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ച പോലെ, അല്ലെങ്കിൽ പ്രയാഗ്രാജിൽ നടന്നിട്ടുള്ള മരണം പോലെ ഈ മരണങ്ങൾക്കെല്ലാം ഒരു ആസൂത്രണമുണ്ട്. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള തന്നെയുള്ള ആനയുടെ ഇടയിലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ആയിരക്കണക്കിന്, എനിക്ക് വലിയ ഭയമുണ്ട്. ഇവിടെ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ട്, അവിടെ ആനകൾ ഇഷ്ടം പോലെ ഉണ്ട്. അടുത്തൊരു 1-2 വർഷത്തിനിടയ്ക്ക് ഇത്തരം ചില ആളുകൾ അവിടെ കൽപ്പിച്ചു കൂട്ടിക്കൊണ്ട് ആനയിടയിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ ബോധപൂർവമായിട്ട് പരിശ്രമം നടത്തിയിട്ട് നിലവിലിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും ഇല്ലായ്മ ചെയ്യാം. ഒരു സമയത്ത് കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ ജഡ്ജി പറഞ്ഞല്ലോ, എന്താ പറഞ്ഞേ? ഹിന്ദു ക്ഷേത്രങ്ങളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാടില്ല, ഞമ്മൻ്റെ പള്ളിയിൽ പാട്ടുകളൊക്കെ വയ്ക്കാം. ഇങ്ങനെ പറയുന്ന ഹൈക്കോടതി ജഡ്ജിമാരുള്ള സ്ഥലമാണത്. ഇതിന് കൃത്യമായുള്ള ആസൂത്രണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഈ പറയുന്ന ആസൂത്രണങ്ങളുടെ ഇടയിൽ തന്നെയാണ് സ്വന്തമായിട്ടുള്ള ആസ്ഥാനങ്ങൾ ഇതെല്ലാം കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുക. നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ പഴയ കാലത്ത് ഈ നമ്പൂതിരിമാർ തിരുമേനി എന്ന് വിളിച്ചിരുന്നു. ആ തിരുമേനി എന്നുള്ള പദപ്രയോഗം വളരെ മ്ലേച്ഛമാണ്, തെറ്റാണ്, മനുഷ്യന് നിരക്കുന്നതാണെന്നുള്ള ചോദ്യം ചോദിച്ച് ഇപ്പോൾ ഈ ബിഷപ്പുമാരെ എന്താ വിളിക്കുന്നത്? തിരുമേനി. ബിഷപ്പുമാരെ തിരുമേനി എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഏതെല്ലാം കാര്യങ്ങളാണ് ഇവിടെ വേണ്ടാന്ന് വെച്ച കാര്യങ്ങളൊക്കെ സംഘടിതമായിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ സ്വന്തം പേരിൽ കേരളത്തിൽ വീണ്ടും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ആനയെ വേണ്ടാന്ന് പറയുന്നു ക്ഷേത്രത്തിൽ, എഗ്രി ചെയ്യാം. എനിക്കും ഒരുപാട് ആന വേണമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കുമില്ല കേട്ടോ. ഈ 10 ആനയും 25 ആനയും 250 ആനയൊന്നും കൊണ്ടുവന്നിട്ട് ഒരിക്കലും ഉത്സവങ്ങൾ മൂടി പിടിപ്പിക്കണം, അതിനുവേണ്ടി കോടിക്കണക്കിന് റുപ്യ ചെലവഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എന്നെ സംബന്ധിച്ചില്ല. പക്ഷെ മറിച്ചൊന്നുണ്ട്, ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാന്ന് പറയും. ഉറൂസുകൾക്കടക്കമുള്ള ഇവരുടെ പള്ളിയിലെ പെരുന്നാളുകൾക്ക് ആനയെ കൊണ്ടുവരികയും ചെയ്യാം. ഈ ആനയെ കൊണ്ടുവന്നാൽ വിരോധമില്ലല്ലോ. ഇപ്പം നേരത്തെ പാർത്ഥൻ പറഞ്ഞ പോലെ ആരേക്കാണ്? ഹമാസിൻ്റെ നേതാവിൻ്റെ, ഇനി IS നേതാവിൻ്റെ കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ലോകത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാ ആളുകളുടെയും അവരുടെ എല്ലാം പ്രതിമകളോ അവരുടെ എല്ലാം ഫോട്ടോകളോ വെച്ചുകൊണ്ട് ഈ പറയുന്ന പള്ളിപ്പെരുന്നാളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതിന് പിന്നിലുള്ള രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതാണത്. കേരളത്തിൽ മുസ്ലിം സമൂഹത്തെ തീവ്രവാദികളാക്കുകയാണത്. ഇതിൻ്റെ പിന്നിലുള്ളത് ഏറ്റവും ആഢ്യന്മാരായിരിക്കുന്ന സവർണന്മാരായിരിക്കുന്ന മുസ്ലിം നേതാക്കന്മാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കാന്തപുരം അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്. മുസ്ലിം ലീഗിൻ്റെ തങ്ങൾക്കടക്കമുള്ള പാണക്കാട് തങ്ങൾക്കടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട്. ഇവരെല്ലാം വളരെ ആസൂത്രിതമായിട്ടാണ് കൊണ്ടുവരിക. നമുക്കറിയാലോ, ഇതിനകത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തൃത്താലയിൽ ആണത് നടന്നത്. തൃത്താലയിൽ ഇപ്പോഴത്തെ MLA മന്ത്രിയായിരിക്കുന്ന MP രാജേഷാണ്. രാജേഷിന് അണ്ണാക്കി പിരിവിട്ടില്ല ഒന്ന് പറഞ്ഞില്ല ഇതിനെ കുറിച്ചിട്ട്. അതിനു മുമ്പത്തെ MLA ആയിരുന്ന VT ബൽറാമുണ്ട്. അയാളെവിടെയായിരുന്നു ഈ സമയത്ത്? സാധാരണ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഏത് പ്രശ്നമാണെങ്കിലും ആ സമയത്ത് ബൽറാം വലിയ ആദർശവാദിയാകാറുണ്ട്, വലിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നടത്താറുണ്ട് ഹിന്ദു ആചാരങ്ങൾക്കെതിരായിട്ട്. ഇവരെല്ലാം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നു മാത്രം ഇത് പറഞ്ഞിന് ഇവൻ്റെ കണ്ണാക്കി പിരിവിട്ടിരിക്കുകയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ്. ഇവൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ ആ സമയത്ത് അവിടെ മുക്കാലിൽ കെട്ടിയിട്ടടിക്കുന്നു പറയാനിട്ട് എനിക്കതിന് പഴുർപ്പടിപ്പരയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. ബൽറാമിന് ഇത് പറയാനുള്ള ചങ്കൂറ്റമില്ല, ആണത്വമില്ല, അഭിമാനമില്ല. ആ മനുഷ്യന് MP രാജേഷിനുണ്ടോ? അതിനെക്കുറിച്ച് പരാതി പറയാൻ സാധിക്കുമോ? അതിനെന്താ പരാതി പറയാൻ പറ്റാത്തത്? ഈ പറയുന്ന ബൽറാമോ ഇവരാരും അവിടെ ആലപ്പുഴയിലെ പയ്യങ്കര് മുദ്രാവാക്യം വിളിച്ചല്ലോ. എന്താ മുദ്രാവാക്യം വിളിച്ചത്? നിങ്ങൾ മറ്റേ എന്താണ് അവലും മല്ലും കരുതിക്കൊള്ളാൻ പറഞ്ഞ്. എവിടെ പോയി ഇവൻ്റെയൊക്കെ ബൽറാമിൻ്റെയൊക്കെ മറ്റേ മതേതരത്തോടെ പോയി, രാജേഷിൻ്റെ മതേതരത്തോടെ പോയി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മതേതരത്തോടെ പോയി. ഇവനൊന്നും ഒരു മതേതരത്വം ഇല്ല. ഇവനാകപ്പാടെ ഹിന്ദുക്കളുടെ മെക്കെട്ട് കയറുക എന്നുള്ള ഉദ്ദേശം. ആ ഹിന്ദുക്കളുടെ മെക്കെട്ട് കയറിയിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ എല്ലാ സാധനം ഇല്ലായ്മ ചെയ്തതിന് ശേഷം അത് ഇവിടെയെല്ലാം കൊണ്ടുവരാൻ നടത്തുക. ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പണ്ട് ഇവിടെ ഗണപതി ഹോമത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, ഒരു സ്വകാര്യ വിദ്യാലയത്തിലാണ് സംഭവം ഉണ്ടായത്. മറിച്ച് ഇത് സർക്കാരിൻ്റെ ആശുപത്രിയിലാണ്. സർക്കാരിൻ്റെ ആശുപത്രിയിലാണ്. കുളിക്കാത്ത ആ ഒരു ഇമാം വന്നിട്ട് അയാൾ വന്നിട്ട് പ്രാർത്ഥന പാടി കൊടുക്കുക, മറ്റുള്ളവരെ കൊണ്ട് അതൊക്കെ അനുസരിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിയത് അവിടെയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഒരിക്കലും ഒരു മതേതര സർക്കാരുകൾക്ക് ഇത്തരം വൃത്തികെട്ട പണികൾ ഭൂഷണമല്ല. മതേതര സർക്കാരിന് മാത്രമല്ല, മതേതര പ്രതിപക്ഷത്തിനും അത് തന്നെയാണ് നിലപാട്. ഇതിനെതിരായിട്ട് ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നമാണെങ്കിൽ ഹിന്ദുക്കളുടെ പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് വലിയ മോഹമുള്ളവരാണ് ബൽറാമൊക്കെ. രാജേഷും ഭയങ്കര മോഹമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള KPCC പ്രസിഡന്റിനും എല്ലാവർക്കും വലിയ വലിയ മോഹമാണ്. CPMൻ്റെ സെക്രട്ടറിക്ക് ഭയങ്കര മോഹമാണ്, മറ്റേ അപ്പക്കച്ചവടക്കാരനടക്കാം. പക്ഷെ ഇവരാരും മുസ്ലിമിൻ്റെ സ്ഥലത്ത് പ്രശ്നം ഇവർ മിണ്ടൂല. ഇവരാ സമയത്ത് ഇവരെ കണ്ണാക്കി പിരിവിട്ടും. കാരണം ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവരുടെ മതേതരത്വം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ഏതാണെങ്കിലും തീവ്രവാദികൾക്ക് വളം വച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ്
ഇവിടെ പാലക്കാട് നടന്നിരിക്കുന്നത്. പക്ഷെ നന്നായിട്ട് അതിലൊരു സംശയം, അതായത് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതായത് PFIയെ വളരെ ശക്തമായ ധൈര്യത്തോടുകൂടി നിലപാടെടുത്ത് നിരോധിച്ചു. അങ്ങനെ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിന് ഇന്നത്തെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് നമുക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ, ഇത്തരം ചില കാര്യങ്ങൾ, കുറച്ച് മുമ്പ് ആലുവയിൽ ഒരു 4 മാസം മുമ്പാണെന്ന് തോന്നുന്നു, യഹിയ സിൻവറിൻ്റെ ഫോട്ടോ വെച്ചൊരു ഓട്ടോ ഓടി. അത് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ പോലും കൃത്യമായിട്ടൊരു നിലപാട് കേരള സർക്കാർ എടുത്തിരുന്നില്ല. അത് പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് അവർ ചെയ്യില്ല എന്ന് വെക്കാം. പക്ഷേ കേന്ദ്രം കുറച്ചും കൂടി ഇത്തരക്കാരെ കർശനമായി നേരിടേണ്ടതല്ലേ? എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. കാരണം കേരളത്തിൽ ഈ കേന്ദ്ര സർക്കാർ എന്തിന് പരിധി വിട്ടിട്ട് ഇടപെടുന്നു, അങ്ങനെ ഇടപെട്ടിട്ട് എന്താണ് കാര്യം? ആ സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളറിയും അത് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയാണ്, ഞങ്ങൾക്കൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. അത് കേരളത്തിൽ BJPക്കാരും പറയും, അവർക്ക് അതിന് മതേതരവാദികളാണ്. കേരളത്തിൽ മറ്റു പല പ്രസ്ഥാനക്കാരും മതേതരവാദികളാണ്, അവരെ കുഴിഞ്ഞു മാറി നിൽക്കും. കേന്ദ്ര സർക്കാരിന് ഞാൻ മനസ്സിലാക്കുന്ന നയം ഇവിടെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട്, പൊതുസമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, പൊതുസമൂഹത്തെ പഠിപ്പിക്കുവാനുള്ള ബാധ്യത ഇവിടെയുള്ള ആളുകൾക്കാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ഇടപെടലുകൾ അനിവാര്യമാണ്. അതുണ്ടായില്ല നാളെ നശിക്കാൻ പോകുന്നത് വേറെ ആരുമില്ല, കേന്ദ്ര സർക്കാരല്ല നശിക്കുക. കേരളത്തിൽ 20 പാർലമെൻറ്റ് സീറ്റും കിട്ടിയില്ലേ, ഇപ്പോൾ ഒരെണ്ണം കിട്ടിയെങ്കിലും 19 അല്ലെങ്കിൽ 20 കിട്ടിയിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന് ഒന്നും സംഭവിക്കില്ല. മറിച്ച് ഇത് ബാധിക്കുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെയാണ്, കേരളത്തിലെ ഹിന്ദുക്കളെയാണ്, കേരളത്തിലെ ക്രിസ്ത്യാനികളെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ രംഗത്ത് വരേണ്ടത് അവരാണ്. എപ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സർക്കാരും ഒരു കാര്യത്തിലും നടപടിയെടുക്കില്ല. നടപടിയെടുക്കണമെങ്കിൽ പൊതുജനാഭിപ്രായം രൂപപ്പെട്ടു വരണം. കരയാത്ത കുഞ്ഞിന് പാല് കൊടുക്കുന്ന അമ്മ പോലും ഇല്ല എന്നാണല്ലോ നമ്മൾ പഠിച്ചേക്കണത്. പിന്നെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുക? ആദ്യം നടപടി വരേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലാണ് മാറ്റം വരേണ്ടത്. അവിടെ വലിയൊരു ചർച്ച നടക്കണം. ആ ചർച്ച വന്നാൽ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടി പ്രേരിപ്പിക്കപ്പെടും എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും അത്തരത്തിലൊരു നടപടി ഉണ്ടാവണമെന്ന് തന്നെയാണ്. ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ വളരെ ഭയാനകമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായിട്ടും.